നമ്മുടെ പള്ളിക്കൽ മോഡലിലെ എൻ്റെ 9ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരിക്കൽ കൂടി മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരിയുണ്ട്. ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ മാധവിക്കുട്ടിയുടെ കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്ന പാഠമാണ്. പാഠം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ആ എഴുത്തുകാരിയെക്കുറിച്ചൊന്ന് പഠിച്ചാലോ? പഠിക്കാം അല്ലേ? പഠിക്കാം. മാധവിക്കുട്ടി. കമലയും കമലാസുരയും ആമിയും മാധവിക്കുട്ടിയും ഒരൊറ്റ മരമാകുമ്പോൾ എഴുത്തിൻ്റെ വലിയ ആകാശം നിറയെ പടർന്നു നിന്ന് സുഗന്ധം പരത്തിയ ചന്ദനമരമായി മാധവിക്കുട്ടി മാറുന്നു. എഴുത്തിലും ജീവിതത്തിലും വ്യത്യസ്തയായിരുന്നു മാധവിക്കുട്ടി. കടൽമയൂരം പോലെ തിളക്കമുള്ള കഥകൾ പറഞ്ഞ് വായനയുടെ വ്യത്യസ്ത രുചി പറഞ്ഞ എഴുത്തുകാരി. വിമർശിച്ചവരെയെല്ലാം തൻ്റെ കഥകൾ വായിപ്പിച്ചുകൊണ്ട് പകരം വീട്ടിയ എഴുത്തിൻ്റെ തറവാട്ടമ്മ. നിർമാതളവും നഷ്ടപ്പെട്ട നീലാംബരിയും ചന്ദനമരവും നെയ്പ്പായസവും അങ്ങനെ മാധവിക്കുട്ടിയുടെ തൂലികയിൽ വിരിഞ്ഞത് മലയാളത്തിൻ്റെ സുഗന്ധ പുഷ്പങ്ങളായിരുന്നു. എൻ്റെ കഥയിലൂടെ സ്ത്രീ എന്ന സത്യം മറയില്ലാതെ തുറന്നു കാട്ടേണ്ടി വന്നപ്പോഴും എഴുത്തുകാരി അല്പം പോലും പിന്നോട്ട് പോയില്ല എന്ന് സത്യം. ഒന്നിൽ മാത്രം ചുറ്റിത്തിരിയാൻ ഇഷ്ടപ്പെടാത്ത എഴുത്തുകാരി. പ്രണയവും ഗൃഹാതുരത്വവും നഷ്ടബോധവും മാധവിക്കുട്ടിയുടെ രചനകളിൽ സ്ഥാനം പിടിച്ചു. മറയില്ലാതെ സ്ത്രീയെ തുറന്നു കാട്ടേണ്ടി വന്നതുകൊണ്ടാകാം ഒട്ടേറെ വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു. തൻ്റെ 65ാം വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിച്ച് മറ്റൊരു വിവാദം കൂടി സൃഷ്ടിച്ച് കമല സുരയ്യയായി മാറി. എത്ര വിവാദങ്ങളുണ്ടായാലും നാലപ്പാട്ടെ തറവാട്ടിൻ്റെ മുറ്റത്ത് നിന്ന് തുടങ്ങിയ എഴുത്തിൻ്റെ കുഞ്ഞോളങ്ങൾ ഇന്ന് ഒരു കടലായി മാറിയത് നാം കണ്ടു. ഒടുവിൽ 2009 മെയ് 30 അവസാന നീർമാതളവും പൂത്തുകഴിഞ്ഞപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു നീലാംബരിയെ മാത്രമല്ല, എഴുത്തിൻ്റെ ഒരു യുഗം കൂടിയായിരുന്നു. എഴുത്തുകാരിയെ നമ്മൾ പരിചയപ്പെട്ടു. എങ്കിലും കമല സുരയ്യ, മാധവിക്കുട്ടി ഒന്നുകൂടി നമുക്ക് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഭാഗമെന്ന് നോക്കാം. തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്ത് ജനിച്ചു. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ പ്രശസ്തയായ എഴുത്തുകാരി. മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത്. വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഏഷ്യൻ വേൾഡ് പ്രൈസ്, ഏഷ്യൻ പോയട്രി പ്രൈസ്, കെൻറ്റ് അവാർഡ് എന്നിവ നമ്മുടെ മാധവിക്കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. കടൽമയൂരം, ഭയം, എൻ്റെ നിശാവസ്ത്രം, എൻ്റെ സ്നേഹിത അരുണ, ചുവന്ന പാവാട, പക്ഷിയുടെ മണം, തണുപ്പ്, മാനസി, എൻ്റെ കഥ, ബാല്യകാല സ്മരണകൾ, വർഷങ്ങൾക്ക് മുമ്പ്, ഡയറി കുറിപ്പുകൾ, നിർമാതളം പൂത്തകാലം, നഷ്ടപ്പെട്ട നീലാംബരി, ചന്ദനമരങ്ങൾ, മനോമി, വീണ്ടും ചില കഥകൾ, ഒറ്റയടിപ്പാത, യാ അല്ലാഹ്, കവാടം, സുലോചനയും ഒത്തെഴുതിയതാണ്, വണ്ടിക്കാളകൾ, കൽക്കത്തയിലെ വേനൽ, കാമത്തിൻ്റെ അക്ഷരങ്ങൾ, പിതൃപരമ്പര, പഴയ കളി വീടും മറ്റു കവിതകളും, തിരഞ്ഞെടുത്ത കവിതകൾ എന്നിങ്ങനെ, എങ്ങനെ പാടണമെന്ന് ആത്മാവിനെ അറിയൂ, ചൂളം വിളികൾ എന്നിവയാണ് അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. മാധവിക്കുട്ടിയുടെ കീറിപ്പൊളിഞ്ഞ ചകലാസ്. അതൊരു മുന്നറിയിപ്പും കൂടാതെ അയാൾ ഉൾനാട്ടിലുള്ള തൻ്റെ വീടിൻ്റെ പടിക്കൽ സർക്കാർ വക ജീപ്പിൽ വന്നിറങ്ങിയപ്പോൾ ഉമ്മറത്ത് ഒരു ചാരുകസേരയിന്മേൽ കിടക്കുകയായിരുന്ന അമ്മ എഴുന്നേൽക്കുവാൻ ഒരു ശ്രമം നടത്തി. അപ്പോൾ മാധവിക്കുട്ടിയുടെ കീറിപ്പൊളിഞ്ഞ ചകലാസിലെ ആദ്യ ഭാഗമാണിത്. മകൻ അമ്മയെ കാണാനായിട്ട് ഉൾനാട്ടിലുള്ള, അപ്പോൾ ഗ്രാമപ്രദേശമാണെന്ന് ചിന്തിച്ചോണം, ആ അമ്മയെ കാണാനായിട്ട് സർക്കാർ വക ജീപ്പിലാണ് വരുന്നത്. അപ്പോൾ സർക്കാർ ജോലി കിട്ടിയ മകൻ അമ്മയെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ അമ്മ എവിടെ എന്തു ചെയ്യുകയാണ്? ചാരു കസേരയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ
മകനെ കണ്ടപ്പോൾ അമ്മയൊന്ന് എഴുന്നേൽക്കാൻ ശ്രമം നടത്തി. അമ്മ പറയുകയാണ്. അപ്പോൾ അമ്മയുടെ മകളോട് പറയുകയാണ്, കമലം ആരാ വന്നിരിക്കണ്? അവർ ചോദിച്ചു, ആരാ കാറിൽ വന്നിരിക്കണ്? അപ്പോൾ അമ്മ ആരോ വന്നിട്ടുണ്ട് എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. കമലത്തിനെ വിളിക്കുകയാണ്, മകളെ വിളിക്കുകയാണ്, ആരോ കാറിൽ വന്നിരിക്കണ് എന്ന് പറയുകയാണ്. വിധവയായ മൂത്ത മകൾ ഒരു തോർത്തുമുണ്ടുകൊണ്ട് തലയും ചെവിയും മൂടി ഉമ്മറത്തിണ്ണമേൽ ചൂളി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പം മൂത്ത മകൾ വിധവയാണ്. വിധവ എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, ഭർത്താവ് മരിച്ച സ്ത്രീയാണ്. അവർ ഉമ്മറത്തെ വീടിൻ്റെ ഫ്രണ്ടിലെ ആ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവർ മനമില്ലാ മനസ്സോടെ എഴുന്നേറ്റ് വാതിൽക്കൽ ചെന്ന് പുറത്ത് ഇരുട്ടിലേക്ക് കണ്ണുറുക്കിക്കൊണ്ട് നോക്കി. അപ്പോൾ സമയം രാത്രിയാകുകയാണ്. അപ്പോൾ പുറത്ത് ഇരുട്ടിലേക്ക് അവരിങ്ങനെ കണ്ണിറുക്കിക്കൊണ്ടെന്ന് പറഞ്ഞാൽ വ്യക്തമല്ല, അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നോക്കി. തടിയനും കഷണ്ടിത്തലയനുമായ ഒരു മധ്യവയസ്കൻ പടി കടന്നു വരികയായിരുന്നു. മധ്യവയസ്കൻ, അല്പം പ്രായം ഉള്ള ഒരു മനുഷ്യൻ, തടിയനാണ്, പടി കടന്ന് ഇങ്ങനെ കടന്നു വരികയാണ്. ആരാണെന്ന് ആദ്യം അവർക്ക് മനസ്സിലാകുന്നില്ല. നോക്കൂ, അവർ പറയുക, ആര്? ഗോപിയോ? അവർ അയാളെ തൻ്റെ പരുക്കൻ സ്വരത്തിൽ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ആളടുത്ത് വന്നപ്പോഴത്തേന് ഗോപിയാണ്, തൻ്റെ സഹോദരനാണ്, ഈ അമ്മയുടെ മകനാണ് എന്ന് മനസ്സിലായി. അവർ വിളിച്ചു ചോദിച്ചു, എന്താ ഇങ്ങനെ ആരെ അറിയിക്കാണ്ട് ഒരു വരവ്? അല്ല, നീ എന്താണ് ആരോടും പറയാതെ ഒരു വരവ്, പ്രത്യേകിച്ചൊരു വരവ്? എന്തെങ്കിലും കാരണം കാണുമെന്ന് അവർക്കറിയാം. അപ്പോൾ അമ്മ വീണ്ടും ചോദിക്കുക, ആരാ അത് കമലം? കമലം, ആ വന്നിരിക്കുന്നത് ആരാണ് എന്ന് അമ്മ വീണ്ടും വിളിച്ചു ചോദിച്ചു. അപ്പോൾ നോക്കിയോ, അപ്പോൾ ഈ വന്ന ആൾ പറയുകയാണ്, ഇത് ഞാനാണമ്മേ, ഗോപി. അപ്പോൾ അമ്മയോട് പറയുകയാണ്, അമ്മേ ഇത് ഞാനാണ്, അമ്മയുടെ മകൻ ഗോപി. അയാൾ പറഞ്ഞു, തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വന്നതാണ്. അപ്പോൾ അമ്മയെ കാണാനായിട്ട് വന്നതല്ല, തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വന്നതാണ്. അപ്പോൾ അമ്മയെയും കാണാമെന്ന് വിചാരിച്ചു. അപ്പോഴമ്മയ്ക്ക് മനസ്സിലായില്ല. ശ്രദ്ധിക്കട്ടെ, ആരാ കമലം? ആരാ വന്നിരിക്കണേ? അമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു. അമ്മയ്ക്ക് അപ്പോഴും ആളെ മനസ്സിലായില്ല. അമ്മ പരിഭ്രമം കൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, കമലം ആരാണ് വന്നിരിക്കുന്നത്? ഇതാരാണ്? അപ്പം കാര്യം നിങ്ങൾക്ക് പിടികിട്ടിക്കാണും. അമ്മയ്ക്ക് എന്തില്ല? പറ, എന്തില്ല? എന്തില്ലടേ പറ. ആരോ പറഞ്ഞ അത് തന്നെ, ഓർമ്മയില്ല. അമ്മയ്ക്ക് ഓർമ്മയില്ല ആരാണ് വന്നിരിക്കുന്നതെന്ന്. എന്തുകൊണ്ട്? അമ്മയുടെ ഓർമ്മ പോയി. സ്വന്തം മകനാണ് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാൻ വയ്യ? അമ്മയ്ക്ക് അറിയാൻ വയ്യ. നോക്കിയേ, അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കണ്? ജ്യേഷ്ഠത്തി ചോദിച്ചു. അമ്മയ്ക്ക് ഗോപിയെ ഓർമ്മയില്ലാണ്ടായോ? അമ്മയ്ക്ക് ഗോപിയെ ഓർമ്മയില്ലാണ്ടായോ? ഇത് അമ്മയുടെ മകനാണ്, നിങ്ങൾ എന്താണ് പേടിക്കണത് എന്ന് കമലം ചോദിക്കുകയാണ്. അയാൾ അമ്മയുടെ നേർക്ക് കുനിഞ്ഞ് തൻ്റെ മുഖം അവരുടെ ചുക്കിച്ചുളിഞ്ഞ കവിളുകളോടടുപ്പിച്ചു. അമ്മയുടെ ചുക്കിച്ചുളിഞ്ഞ കവിളുകളിൽ അയാൾ എന്തോ ചെയ്യാണ്? മുഖമടുപ്പിച്ചു. ഇതിനു വേണ്ടിയാ? നോക്കിയോ, അമ്മേ ഇത് ഞാനാണ് ഗോപി. അയാൾ വീണ്ടും പറയുകയാണ്, അമ്മേ ഇത് ഞാനാണ് ഗോപി. അയാൾ പറഞ്ഞു, ഗോപിയോ? എന്താ കമലം ഈ കേക്കണ്? അവൻ്റെ സ്കൂള് പൂട്ടിയോ? അമ്മ ചോദിച്ചു. അമ്മ വീണ്ടും ചോദിക്കുകയാണ്, ഗോപിയോ? കമല എന്താ ഈ കേൾക്കണേ? അവൻ്റെ സ്കൂള് പൂട്ടിയോ? അപ്പോൾ എന്ന് അമ്മ ചോദിക്കണമെങ്കിൽ, സ്കൂള് പൂട്ടിയോ എന്ന് അമ്മ ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും ഇവിടെ അമ്മയുടെ ഭാവം, അല്ലെങ്കിൽ അമ്മയുടെ അപ്പോഴത്തെ അവസ്ഥ? പറ, ഒന്നാലോചിച്ച് നോക്കിയേ കുഞ്ഞുങ്ങളെ. എന്തരാണ്? അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. എന്നാൽ അമ്മയ്ക്ക് ഓർമ്മയില്ലേ? ഉണ്ട്. എങ്ങനെയാണ്? ഗോപിയെ അമ്മയ്ക്ക് ഓർമ്മയുണ്ട്, തൻ്റെ മകനാണെന്നറിയാം. അതേ, ഇപ്പോഴും അമ്മയുടെ ഓർമ്മ എവിടെ കിടക്കുകയാണ്? സ്കൂൾ കാലഘട്ടങ്ങളിൽ തൻ്റെ മകൻ്റെ ഓർമ്മ കിടക്കുകയാണ്. വലുതായപ്പോൾ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അയാൾ വരാത്തത് കൊണ്ടാകാം അമ്മയ്ക്ക് മകനെ ഓർമ്മയില്ലാതായിരിക്കുന്നു. വാർദ്ധക്യത്തിൻ്റേതായ ആ ഓർമ്മ ശക്തി പോയതായിരിക്കണം. അമ്മയ്ക്ക് ഈയിടെയായിട്ട് ഇങ്ങനെയാണ്.
ജ്യേഷ്ഠത്തി പറഞ്ഞു, ചിലപ്പോൾ യാതൊരു ഓർമ്മയില്ല, ചിലപ്പോൾ നല്ല ഓർമ്മയാണ്. അപ്പോൾ ചോദിക്കും, ഗോപിയുടെ കത്ത് വന്നോന്ന്. ചില സമയത്ത് ഓർമ്മ വരുമ്പം ചോദിക്കും, എടി ഗോപിയുടെ കത്ത് വന്നോന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, വന്നു ഗോപിക്കും വിമലയ്ക്കും കുട്ടികൾക്കും ഒക്കെ സുഖമാണെന്ന്. 1 കൊല്ലമായി കത്ത് വന്നിട്ട് എന്ന് എന്തിനാ പറയണേ? അമ്മയെ വ്യസനിപ്പിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ കത്ത് വന്നു ഗോപിക്കും വിമല ആരായിരിക്കും കുഞ്ഞുങ്ങളെ? അപ്പോൾ ഗോപിയുടെ ഭാര്യ. അതെ, അപ്പോൾ വിമലയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ സുഖമാണ് എന്ന് ഞാൻ അമ്മയോട് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ കത്ത് വരാറുണ്ടായിരുന്നോ? ഇല്ല, യഥാർത്ഥത്തിൽ കത്തൊന്നും വരാറില്ല എന്ന് അമ്മയെ ഞാൻ പറഞ്ഞ് വിഷമിപ്പിക്കാറില്ല എന്ന് കമലം പറയുകയാണ്. അപ്പോൾ ഗോപി കത്തൊന്നും അമ്മയ്ക്ക് ഈയിടെയായിട്ട് അയക്കാറില്ല. കഴിഞ്ഞ കൊല്ലം എനിക്ക് ഉദ്യോഗ കയറ്റം കിട്ടി. അയാൾ പറയുകയാണ്, ഉദ്യോഗത്തിൽ നിന്ന് കയറ്റം കിട്ടി. അതിനുശേഷം എനിക്ക് ഇപ്പോഴും പണിത്തിരക്കാണ്. സർക്കീട്ടിനും പോകണം. സർക്കീട്ടെന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഈ യാത്രയ്ക്കും പോകണം. കത്തെഴുതാൻ സമയം കിട്ടാറില്ല. അയാൾ പറഞ്ഞു, അയാളൊരു കാരണം ഉണ്ടാക്കി. ഇല്ലടേ കുഞ്ഞുങ്ങളെ, ജോലിക്കയറ്റം കിട്ടി, സർക്കീട്ടുണ്ട്, യാത്രയുണ്ട്, അതുകൊണ്ട് കത്തെഴുതാൻ സമയമില്ല. അമ്മയ്ക്ക് കത്തെഴുതാനുള്ള സമയമില്ലാത്തതിൻ്റെ കാരണങ്ങളാണ്. അങ്ങനെ കാരണം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇനി നോക്കടേ കുഞ്ഞുങ്ങളെ, എന്നാൽ വിമലയെ കൊണ്ട് എഴുതിച്ചൂടെ? ജ്യേഷ്ഠത്തി ചോദിച്ചു. താങ്കൾക്കാണല്ലോ, അല്ലെങ്കിൽ എന്തിനാണ് മകന് അല്ലെങ്കിൽ ഗോപിക്ക് കത്തെഴുതാൻ സമയമില്ല, എന്നാൽ നിനക്ക് വിമലയെ കൊണ്ട്, ഭാര്യയെ കൊണ്ട് എഴുതിച്ചൂടെ? അതോ അവൾക്കുണ്ടോ ഈ പണിത്തിരക്ക്? ഒന്ന് കളിയാക്കിയതല്ലേ, അവൾക്കും ഈ പണിത്തിരക്കുണ്ടോ എന്ന്. ആരോടാ നീ ഇങ്ങനെ പിറുപിറുക്കണത്? അമ്മ ചോദിച്ചു. ആരാ കാറിൽ വന്നിരിക്കണേ? നീ ആരോടാ ഇങ്ങനെ പിറുപിറുക്കുന്നത്? ആരാണ് കാറിൽ വന്നിരിക്കുന്നത്? അമ്മയ്ക്കിപ്പോഴും മനസ്സിലായില്ല. തെളിവ് വീണ്ടും. ഞാൻ പറഞ്ഞില്ലേ ഗോപിയാണെന്ന്, ജ്യേഷ്ഠത്തി ചോദിച്ചു. ഗോപിയോ? അവൻ ഡൽഹിയിലല്ലേ? അമ്മ ചോദിച്ചു. അതെ, ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നതാണമ്മേ, അയാൾ പറഞ്ഞു. അമ്മയ്ക്ക് എവിടെയൊക്കെ ഓർമ്മയുണ്ട് മകനിപ്പോൾ എവിടെയാണെന്ന്, ഡൽഹിയിലാണെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, അമ്മേ അതെ, ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നതാണ്. ഗോപി കല്യാണം കഴിച്ചിരിക്കണേ? ആരെയാ ഗോപി കല്യാണം കഴിച്ചിരിക്കണേ? അമ്മ സ്വരം താഴ്ത്തിക്കൊണ്ട് മകളോട് ചോദിച്ചു. അമ്മ സ്വരം താഴ്ത്തി മകളോട് ചോദിക്കുക, ആരാണ് ഗോപി കല്യാണം കഴിച്ചിരിക്കണേന്ന്? ആരാ അവൻ്റെ ഭാര്യ? ചിലപ്പോൾ എന്താണ് അമ്മയ്ക്ക് ഒട്ടും ഓർമ്മയില്ല, അവൻ്റെ ഭാര്യ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നു. വിമല ഓർമ്മയില്ലേ അമ്മയ്ക്ക്? അപ്പോൾ മകൾ പറയുക, വിമലയെ ഓർമ്മയില്ലേ അമ്മയ്ക്ക്? ജ്യേഷ്ഠത്തി ചോദിച്ചു. അമ്മ വിമലയെ മറന്നോ? കളക്ടർ നമ്പ്യാരുടെ മൂത്ത മകള് വിമല. അപ്പോൾ കളക്ടർ നമ്പ്യാരുടെ മൂത്ത മകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നവരുടെ പേരെന്തരാണ്? വിമല. ഞാൻ ആ പേരു മറന്നു, അമ്മ പറഞ്ഞു. ഗോപിയുടെ കത്ത് വന്നു കമലം? ഇന്നും കത്ത് വന്നില്ലേ? അമ്മ വീണ്ടും പഴയപടി തന്നെ. ഗോപിയുടെ കത്ത് വന്നോ കമലം? അടുത്ത് ഗോപിയാണ് ഇരിക്കുന്നതെന്നുള്ള ചിന്തയില്ലാതെ പറയുകയാണ്. ഇന്നും ഗോപിയുടെ കത്ത് വന്നില്ലേ? അവൻ്റെ കത്ത് വന്നില്ലെങ്കിൽ എൻ്റെ വയറ്റിൽ തീയാണ്, അമ്മ പറഞ്ഞു. അവൻ്റെ കത്ത് വന്നില്ലെങ്കിൽ എൻ്റെ വയറ്റിൽ തീയാണ്. അതവനറിയാം, അതുകൊണ്ടാണ് അവൻ നിത്യവും കത്തയക്കണത്. അമ്മ വിചാരിച്ചിരിക്കുന്നത് എന്തിനാണ് കുഞ്ഞുങ്ങളെ? അവനെന്നും കത്തയക്കുന്നുണ്ട്, വിശേഷങ്ങൾ തിരക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അതവനറിയാം, അതുകൊണ്ടാണ് അവൻ നിത്യം എന്ന് പറഞ്ഞാൽ എന്നും കത്തയക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ജ്യേഷ്ഠത്തി അയാളുടെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, നിനക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. ഗോപിയോട് പറയുകയാണ്, നിനക്കിവിടെ ഇരിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. കാരണം അമ്മയുടെ ഈ അവസ്ഥ മനസ്സിലാകണമെങ്കിൽ നീ ഇവിടെ വീട്ടിരിക്കണം. അല്ലാതെ നിൻ്റെ ജോലി സ്ഥലത്തിരിക്കുമ്പോൾ നീ വീട്ടുകാര്യങ്ങൾ തിരക്കാതെ നിൻ്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ച് നിൻ്റെ കുടുംബത്തോടൊപ്പം കഴിയുമ്പോൾ നിനക്കിതൊന്നും മനസ്സിലാകില്ല. ആരാ ഈ നിൽക്കണ്? അമ്മ ചോദിച്ചു. ആരാ കാറിൽ വന്നിരിക്കണേ? വീണ്ടും അവർ ചോദിക്കുകയാണ്, ഈ നിൽക്കണത് ആരാണ് കാറിൽ വന്നിരിക്കണതെന്ന്. ഇത് ഞാനാണ്, അയാൾ പറഞ്ഞു.
തിരുവനന്തപുരം വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. അമ്മേ, ഇത് ഞാനാണ്, അമ്മയുടെ മകനാണ്, ഗോപിയാണ്. തിരുവനന്തപുരം വരെ വരണമെന്ന് ഒരു ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് അമ്മയെ കണ്ടേക്കാം. അല്ല, അമ്മയെ കാണാനായിട്ട് വന്നതൊന്നുമല്ല ആ ഭാഷ. അതിൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ അമ്മ എവിടെയാ താമസിക്കണേ? അമ്മ ചോദിച്ചു. അവർ വീണ്ടും ചോദിക്കുക, നിങ്ങളുടെ അമ്മ എവിടെയാണ് താമസിക്കണേന്ന്. ഇവിടുന്ന് കുറേ ദൂരമുണ്ടോ, കുറച്ച് ദൂരത്തിൽ പോകണോ എന്ന് അവർ ചോദിച്ചു. ഇല്ല, ദൂരമില്ല, അയാൾ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഓർമ്മയില്ല. അയാൾ പറഞ്ഞു, ഇല്ല, ദൂരമില്ല എന്ന് പറഞ്ഞു. ഈ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെക്കൊണ്ട് വയ്യ, ജ്യേഷ്ഠത്തി പറഞ്ഞു. അയാൾ എഴുന്നേറ്റ് തൻ്റെ ചെറിയ തോൽപ്പെട്ടി തിണ്ണമേൽ വെച്ചു. കയ്യിൽ കൊണ്ടുവന്ന തോല് കൊണ്ടുള്ള പെട്ടി അത് തിണ്ണയിൽ വെച്ചു, വീടിൻ്റെ തിണ്ണയിൽ വെച്ചു. പിന്നീട് തുറന്ന് അതിലെ സാമാനങ്ങൾ അവിടെ നിരത്തി. സാമാനങ്ങൾ എന്ന് പറയുന്നത് സാധനങ്ങൾ അവിടെ നിരത്തി വെച്ചു. ഷർട്ടുകളുണ്ട്, കാലുറകളുണ്ട്, ഫയലുകളുണ്ട്, ക്ഷൗര സാമഗ്രികളുണ്ട്, ഷേവ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഗോപി അറിയോ? അമ്മ ചോദിച്ചു. അവൻ ഡൽഹിയിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാ. അവന് കേസരി യോഗമുണ്ട്, അതുകൊണ്ടാ ഇങ്ങനെ അടിക്കടി കയറ്റം. അവന് 2500 ഉറുപ്പ്യ ശമ്പളമുണ്ട്. അവനെ അറിയില്ലേ? 2500 ഉറുപ്പ്യ എന്ന് പറഞ്ഞ രൂപ. ശമ്പളത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഗോപിയെ അറിയോ? അവൻ ഡൽഹിയിലാണ്, അവന് സർക്കാർ ഉദ്യോഗമുണ്ട്, അവന് 2500 ഉറുപ്പ്യ ശമ്പളമുണ്ട്. അവനെ അറിയില്ലേ എന്ന് ചോദിച്ചു. അറിയും, അയാൾ പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ്, കേട്ടോ കുഞ്ഞുങ്ങളെ, അവനോട് പറയൂ എനിക്ക് ഒരു ചകലാസ് കൊടുത്തയക്കാൻ. ചകലാസ് നമ്മുടെ പാഠത്തിലേക്ക്, ആ പേരിലേക്ക് വരികയാണ്. ചകലാസ്. ചകലാസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്തിനാണ്? പുതപ്പ്. ഒരു പുതപ്പ് കൊടുത്തയക്കാൻ. അമ്മ പറഞ്ഞു, ഇവിടെ രാവിലെ മഞ്ഞ് സഹിക്കില്ല, ഇവിടെ മഞ്ഞ് സഹിക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ നീരിറക്കം പിടിച്ചാൽ അതൊട്ടും മാറില്ല. ഒരു ചകലാസ് അയക്കാൻ പറയൂ. ചുവന്ന നിറം മതി, ഒരു ചകലാസ് കൂടി അയക്കാൻ. സ്വന്തം മകനോട് പറയുകയാണ്, ഒരു ചകലാസ് കൂടി, ഒരു പുതപ്പ് കൂടി അയക്കാൻ പറയണേ. ചുവന്ന നിറം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ചുവന്ന നിറം മതി. എൻ്റെ കയ്യിലൊന്നുണ്ടായിരുന്നു. അവൻ മദിരാശി പഠിക്കുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ മദിരാശി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏതാണ്? ചെന്നൈ. അപ്പം മദ്രാസിയിൽ പഠിക്കുമ്പോൾ അന്ന് കൊണ്ടുവന്ന ഒരു ചകലാസ് എൻ്റെ കയ്യിലുണ്ട്. അത് അപ്പടി കീറി, അത് മൊത്തം കീറി. ഇപ്പോൾ അത് ഉപയോഗിക്കാൻ വയ്യ, അത് അപ്പടി കീറിപ്പോയി എന്ന് പറഞ്ഞാൽ മദ്രാസിൽ അവൻ പഠിക്കുന്ന കാലത്ത് കൊണ്ടു കൊടുത്ത ആ ചകലാസ് പുതപ്പ് ഇപ്പോഴും അവൻ്റെ കയ്യിലുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അവരുടെ കയ്യിലുണ്ട് എന്നാണ് അർത്ഥം. ഒരു നൂലാമാലയ ഗോപിയോട് അയക്കാൻ പറയോ? ഒരു നൂലാമാല എന്ന് പറഞ്ഞാൽ എന്തിനാണ്? നൂലാമാല എന്ന് പറഞ്ഞാൽ അത് എന്തിനാണ്? നൂല് മാത്രമായി ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലായി. ഒരു ചുവന്ന ചകലാസ്. അയാൾ പറഞ്ഞു, പറയാം. അയാൾ പറയുകയാണ്, അമ്മയോട് പറയുകയാണ്, ഞാൻ പറയാം. മറക്കരുത് കേട്ടോ. അമ്മ പറഞ്ഞു, ഇവിടുത്തെ മഞ്ഞ് സഹിക്കില്ല. ഞാൻ ഇനി പോയി കുറച്ച് കിടക്കട്ടെ. ഇരുന്ന് എൻ്റെ പിരടി കടഞ്ഞു. പിരടി എന്ന് പറഞ്ഞാൽ കഴുത്ത് കടഞ്ഞു, വയ്യ, വേദനിച്ചു. അപ്പോൾ ഇനി ഞാൻ പോയി കിടക്കട്ടെ എന്ന് അവർ പറയാണ്. അമ്മയെ അകത്ത് കൊണ്ടുപോയി ആക്കിയതിന് ശേഷം അയാളുടെ ജ്യേഷ്ഠത്തി ഉമ്മറത്തേക്ക് വന്നു. അപ്പോൾ അമ്മയെ അകത്ത് കൊണ്ട് കിടത്തിയിട്ട് ജ്യേഷ്ഠത്തി വീണ്ടും ഉമ്മറത്തേക്ക് വരികയാണ്. ഗോപി എന്തിനാ വന്നിരിക്കണേ? അവൾ ചോദിച്ചു. നീ എന്തിനാ വന്നിരിക്കണേ? അവൾക്കറിയാം എന്തെങ്കിലും കാര്യമുണ്ടെന്ന്. അമ്മയെ കാണാൻ മാത്രമല്ല. അതെയോ? അമ്മയെ മാത്രം കാണാനാണോ നീ വന്നിരിക്കുന്നത്? അയാൾ പറയാണ്, അവിടെ ചിലവുകൾ കൂടി വരികയാണ്. നിനക്കറിയാം, അവിടെ ചിലവുകൾ കൂടി വരികയാണ്. ഇപ്പോൾ എനിക്ക് 4 കുട്ടികളായല്ലോ. 1 2 അല്ല, 4 കുട്ടികളായി. എൻ്റെ ശമ്പളം കൊണ്ട് ഒന്നിനും തികയുന്നില്ല. കുറച്ചൊരു അന്തസ്സിൽ ജീവിക്കുകയും വേണം. സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഇച്ചിരി അന്തസ്സിലൊക്കെ ജീവിക്കണ്ടേ.
എൻ്റെ പേരിലുള്ള നിലം വിറ്റ് പണമാക്കിയാൽ അതെനിക്ക് വലിയ ഉപകാരമാകും. ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ, അവൻ്റെ പേരിലുള്ള അയാളുടെ പേരിലുള്ള ആ നിലം വിറ്റ് കാശുമായി പോകാനാണ് ഇയാൾ വന്നിരിക്കുന്നത്. അല്ലാതെ ഓർമ്മയില്ലാത്ത അമ്മയെ കാണാനോ അമ്മയുടെ വിവരങ്ങൾ അറിയാനോ വിധവയായ ജ്യേഷ്ഠത്തിയെ അന്വേഷിക്കാനോ അല്ല അയാൾ വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി ഏട്ടത്തിയോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. നിലം വിറ്റ് നിൻ്റെ ഓഹരിയും കൊണ്ട് നീ നിൻ്റെ പാട്ടിന് പോവും, പിന്നെ നിന്നെ ഒന്ന് കാണാനും കൂടി കഴിയില്ല. അപ്പം നിലം വിറ്റ് നിൻ്റെ ഓഹരി കാശുമായിട്ട് നീ നിൻ്റെ പാട്ടിന് പോവും, പിന്നെ ഇപ്പോഴായിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, പിന്നെ നിന്നെ കാണാൻ പോലും സാധിക്കില്ലല്ലോ. അവർ പറഞ്ഞു, സഹോദരി പറഞ്ഞു, ജ്യേഷ്ഠത്തി പറഞ്ഞു. അപ്പോൾ അയാൾ പറയാണ്, അങ്ങനെയൊന്നുമില്ല ജ്യേഷ്ഠത്തി. ഒക്കെ അയാളുടെ എന്തിനാണ്, വെറും വാക്കുകളാണ്. സൗകര്യപ്പെടുമ്പോൾ ഞാൻ വരാം. നിൻ്റെ സൗകര്യം, അവർ കളിയാക്കി, നിൻ്റെ സൗകര്യം, ഇപ്പോഴില്ലാത്ത സൗകര്യം പിന്നെയും ഉണ്ടാവില്ല എന്നവർക്ക് കൃത്യമായി അറിയാം. ജ്യേഷ്ഠത്തി നീരസത്തോടെ പറഞ്ഞു. നീരസം എന്ന് പറഞ്ഞാൽ അല്പം വെറുപ്പോട് കൂടി തന്നെ പറഞ്ഞു. 5.5 കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ നിനക്ക് സൗകര്യം കിട്ടിയത്. അപ്പോൾ 5.5 കൊല്ലമായി അമ്മയെ കണ്ടിട്ട്. അപ്പോൾ അമ്മയെ കണ്ടിട്ട് 5.5 കൊല്ലമായി, ഇപ്പോഴാണ് അവന് സൗകര്യം കിട്ടിയത്. ഇനി ഇവിടെയുള്ള സ്വത്ത് കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി അമ്മയെ എന്ന് പറയുന്ന ആ വസ്തുവിനെ അയാൾ തിരിഞ്ഞു നോക്കില്ല എന്ന് ജ്യേഷ്ഠത്തിക്ക് അറിയാമായിരുന്നു. അമ്മയ്ക്ക് 83 ഇന്നോ നാളെയോ എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ സ്ഥിതി. അമ്മയെ വന്ന് കാണാൻ നിനക്ക് ഇത്രയും കാലം തോന്നിയില്ലല്ലോ. ചിന്തിക്കണം കുഞ്ഞുങ്ങളെ, അമ്മയെ കാണാൻ മകൻ കൂട്ടാക്കുന്നില്ല. അമ്മയോ അതെ, അമ്മ മകനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുകയാണ്. മകൻ്റെ ഓർമ്മകൾ എന്നാ ഓർമ്മയുണ്ടോ? ഇല്ല എന്ന് പറയേണ്ടി വരും. ഓർമ്മയില്ലേ എന്ന് ചോദിച്ചാലുണ്ട്. മകൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, കീറി പൊളിഞ്ഞിരിക്കുന്നവൻ്റെ ചകലാസിലൂടെ, അവൻ കൊണ്ട് സമ്മാനിച്ച ആ ചകലാസ് പുതപ്പിലൂടെ അമ്മ ഇപ്പോഴും ഓർക്കുന്നു. അതുകൊണ്ട് ലേടേ, പുതിയൊരു ചകലാസ് വാങ്ങിച്ചു തരാൻ മകനോട് പറയണമേ എന്ന് ഈ അമ്മ പറയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ ഡയലോഗ് എന്തിനാണെന്ന് നോക്കൂ കുഞ്ഞുങ്ങളെ. അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലല്ലോ. അയാൾ ചിരിക്കുവാൻ ശ്രമിച്ചു കൊണ്ട് പറഞ്ഞു. അവിടെ എല്ലാം തീർന്നു, ബന്ധങ്ങൾ അയാൾ അറത്തെറിയുകയാണ്. അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലല്ലോ. അതിനർത്ഥം എന്തിനാണ്? അതിനർത്ഥം ഞാൻ എന്തിനമ്മയെ കാണാൻ വരണം? അമ്മയ്ക്കെന്നെ ഓർമ്മയില്ലല്ലോ. തിരിച്ചവർ നല്ല ഒരു മറുപടി കൊടുത്തു. നോക്കണേ കുഞ്ഞുങ്ങൾ, എന്തിനാണ്? നിനക്കമ്മയെ ഓർമ്മയുണ്ടോ ഗോപി? ജ്യേഷ്ഠത്തി ചോദിച്ചു. നിനക്ക് അമ്മയെ ഓർമ്മയുണ്ടോ? ചോദ്യമല്ലേടെ കുഞ്ഞുങ്ങളെ? ആന്ന്. എന്താണ് അമ്മയ്ക്ക് ഓർമ്മയില്ലാത്തത്? എന്തുകൊണ്ടാണ്? അതെ, ആരാ പറഞ്ഞ്? അതാണ്ടേ ആ കുട്ടി തന്നെ പറഞ്ഞ്. അമ്മയ്ക്ക് ഓർമ്മയില്ലാത്തത് വാർദ്ധക്യത്തിൻ്റെ ആ കാലഘട്ടമായതുകൊണ്ട് പഴയ കാലങ്ങൾ അമ്മ മറന്നു പോകാം എന്ന് കരുതി മക്കൾ അമ്മയെ മറക്കുമോ? ഇല്ല. നിനക്ക് അമ്മയെ ഓർമ്മയുണ്ടല്ലോ ഗോപി എന്ന് പറഞ്ഞാൽ നിനക്ക് ഓർമ്മയുണ്ട്, നിൻ്റെ അമ്മയാണ്, നീ അമ്മയെ വന്ന് കാണണമെന്നുള്ളത് നിൻ്റെ കടമയാണ് എന്നവർ പറയുകയാണ്. പണത്തിനും പ്രതാപത്തിനും വേണ്ടി ബന്ധങ്ങളെ വലിച്ചെറിയുന്ന, ഇഴ പൊട്ടിച്ച് കളയുന്ന ഒരു തലമുറ. ആ തലമുറയെ കണക്കിന് പരിഹസിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടി. അല്ലേടാ കുഞ്ഞുങ്ങളെ? ആണ്. മാധവിക്കുട്ടിയുടെ ഈ എഴുത്തിൻ്റെ സൗന്ദര്യമാണ് മലയാള സാഹിത്യത്തിന് വളരെ മുതൽക്കൂട്ടായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. നെയ്പായസത്തിൻ്റെ രുചി മലയാളികൾ അറിഞ്ഞത് മാധവിക്കുട്ടിയുടെ എഴുത്തിലൂടെയാണ്. ഇവിടെയും അമ്മയും മകനും തമ്മിലുള്ള ആ ബന്ധം, ഓർമ്മ നഷ്ടപ്പെട്ട അമ്മയും ഓർമ്മയുള്ള മകനും തമ്മിലുള്ള വ്യത്യാസം, മകനെക്കുറിച്ചുള്ള ചിന്തയും അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആദിയും ആയിട്ട് കഴിയുന്ന ഒരമ്മയാണെങ്കിൽ ആ അമ്മയെ വിസ്മരിക്കുന്ന ഒരു മകൻ. തലമുറകളുടെ വ്യത്യാസത്തിൽ വരുന്ന ഈ സംഭവം വളരെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പറയണ്ട, എനിക്ക് അത് കേടുവരില്ലാണെങ്കിൽ അത് ഇറ്റ് വാസ് ഇന്നവിറ്റബിൾ.
എനിക്ക് വിധിച്ചതായിരുന്നു അത്. എനിക്ക് അങ്ങനത്തെ കഥകളെ എഴുതാറിയുള്ളൂ. പക്ഷേ അമ്മമ്മ അറിഞ്ഞില്ല, അമ്മാവൻ അറിഞ്ഞു, നാൽപ്പാട്ട് നാരായണ മേനോൻ, അമ്മയുടെ അമ്മ. അദ്ദേഹം പറഞ്ഞു പെർഫെക്റ്റ്, വളരെ ഭംഗിയുള്ള കഥകളാണ്. 3 കഥയെ വായിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും മരിച്ചു. എൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ വെച്ചു, സച്ച് എ നോളജബിൾ പേഴ്സൺ, ഇതൊരു സ്കോളറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതിരി ഒരാളെ അന്ന് പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് എടുത്ത് യു റൈറ്റ് പെർഫെക്റ്റ്ലി. അതിപ്പോഴും ഞാൻ വിചാരിക്കും, അമ്മാവൻ്റെ എക്സ്പെക്റ്റേഷൻസിനൊക്കെ എത്തിയിട്ടില്ലെങ്കിലും ഐ ട്രൈഡ്.